ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. ഒരു പ്രാദേശിക തലത്തിൽ ഒരിക്കലും രാഷ്ട്രീയം നോക്കാൻ പാടില്ല. ആ തരുന്ന സ്നേഹം ഉണ്ടല്ലോ, അതാണ് പിന്നെയുള്ള എനർജി എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവരും ഒന്നും പണം കൊടുത്തൊന്നും നമുക്ക് സഹായിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിലൊക്കെ വലിയ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. മൂവാറ്റുപുഴ പലപ്പോഴും എനിക്കൊരു അത്ഭുതമാണ്. ഞാന് എൻ്റെ ഹസ്ബൻഡിന്റെ മരണശേഷമാണ് 2 ചെറിയ കുട്ടികളായിട്ടാണ് മൂവാറ്റുപുഴയിലേക്ക് വരുന്നത്. അപ്പോൾ 45 വർഷമായിട്ട് ഇടതുപക്ഷത്തിന്റെ കയ്യിലിരുന്ന ആ ഒരു സീറ്റാണ് നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റിയത്. രാഷ്ട്രീയ നേതാവ്, സംരംഭക, ജനപ്രതിനിധി, പ്രഭാഷക, പരിശീലക, അങ്ങനെ ധാരാളം ടൈറ്റിലുകൾക്ക് ഉടമയായ ഒരു താര സ്ഥാനാർത്ഥിയാണ് ഇന്ന് നമ്മുടെ അതിഥി ജോയ്സ് മേരി ആന്റണി. സ്വാഗതം. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരുപാട് റോളുകൾ നിർവഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയും എനർജി ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുക? മനുഷ്യരാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാര്യത്തിൽ നമ്മൾ തുടർച്ചയായിട്ട് ഇൻവോൾവ് ചെയ്താൽ അതിൽ തന്നെ നിൽക്കേണ്ടി വരും. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, ഒരേ എനർജിയിൽ ഓടുക എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ പിന്നിൽ? എന്തെങ്കിലും മാജിക് വശമുണ്ടോ? ഒരു മാജിക്കും ഇല്ല. എപ്പോഴും ലൈവായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് തോന്നാറുള്ളത്. ഇപ്പോൾ 1 by 1 ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മളെപ്പോഴും അലേർട്ടാണ്. ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. ഞാൻ എന്താണോ അതിൽ ഞാൻ ഹാപ്പിയാണ്. വീണ്ടും സ്ഥാനാർത്ഥിയുടെ കുപ്പായണയാണ്. കാരണം ഞാൻ 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് എറണാകുളത്തിന്റെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ വീണ്ടും അങ്ങ് നേരത്തെ മൂവാറ്റുപുഴയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ എറണാകുളം ജില്ലയുടെ പൊതുവിലാണെങ്കിലും എറണാകുളം മാത്രമല്ല മറ്റ് ജില്ലകളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. അപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കൊക്കെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നു, അല്ലെങ്കിൽ അത്തരം ഉത്തരവാദിത്തങ്ങൾ വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. പക്ഷെ അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ അതൊക്കെ എയറിലുള്ളപ്പോഴും തദ്ദേശ സ്ഥാപനത്തിലേക്ക് തന്നെ വീണ്ടും മത്സരിക്കാൻ പോകുന്നു, മറ്റൊരു വാർഡ് തിരഞ്ഞെടുത്ത് മത്സരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി വൈഡായിട്ട് ചിന്തിച്ചു തുടങ്ങും. സ്വാഭാവികമായിട്ടും ആളുകൾ പ്രതീക്ഷിക്കുന്ന ആളുകൾ കാണുന്നതും കേൾക്കുകയും ചെയ്യുന്നൊക്കെ ആളുകൾ വീണ്ടും അതേ ഉത്തരവാദിത്വം തന്നെ ഏറ്റെടുക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോയ്സ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ്? ഇതൊന്നും ഞാനിതുവരെ കേട്ടില്ല കേട്ടോ. പിന്നെ ഈ ഇപ്പൊ ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഘടകമാണ് തദ്ദേശ സ്വയംഭരണം എന്ന് പറയുന്നത്. അതിലെ ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ ജനങ്ങളുമായിട്ടൊരു മീഡിയേറ്റർ ഇല്ലാതെ നേരിട്ട് ഇടപഴകുന്നവരാണ്. ഒരു കാര്യം ഉണ്ടെങ്കിൽ ആദ്യം വിളിക്കുന്നത് മെമ്പറെ അല്ലെങ്കിൽ കൗൺസിലറെയാണ്, MLA MP അല്ല. അപ്പോൾ അവർ വഴിയാണ് ആ തലത്തിലുള്ള കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അത്രയും അടുത്ത് നിൽക്കുന്ന, ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട റോളായിട്ടാണ് ഞാനൊരു കൗൺസിലറെ അല്ലെങ്കിൽ മെമ്പറെ കാണുന്നത്. അത് ഇപ്പം ഈ ഒരു മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഒരു കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഞാനത് ഓരോ ദിവസവും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അത്രയും സ്നേഹമാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അത് വലിയ നന്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റോളിനെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. പിന്നെ എന്നെ പാർട്ടി നിലവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ഉത്തരവാദിത്തമാണ്. പാർട്ടി തന്നിരിക്കുന്ന ഒരു സീറ്റും ഇതാണ്. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുക, ആ ദൗത്യം തുടരുക എന്നുള്ളതാണ് പൂർണ്ണമായിട്ട്. അതായത് ഓർമ്മ വെച്ച നാള് മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മനസ്സിലുള്ളത്, കൈപ്പത്തിയാണ് കൺമുമ്പിലുള്ളത്. അപ്പോൾ പ്രസ്ഥാനം എന്ത് പറയുന്നു അതനുസരിച്ചിട്ട് ചെയ്യുന്നു. പ്രസ്ഥാനത്തിലെ തീരുമാനങ്ങൾക്കൊപ്പം തന്നെ എന്നും നിലനിൽക്കുന്നു. ചിലരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഒരു ബ്രേക്ക് എടുത്തേക്കാം, എന്നിട്ട് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ ഏറ്റെടുക്കാം എന്നൊക്കെ കരുതുന്ന സ്വാഭാവികമാണല്ലോ, രാഷ്ട്രീയമാണല്ലോ. അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ നമുക്ക് വരാം. കുറച്ചൊരു ബ്രേക്ക് വേണം, അതേ എനർജിയിൽ തന്നെ വീണ്ടും ഓടാൻ തന്നെ തീരുമാനിച്ചു. ഇത് പറയുമ്പോഴേ തമാശയായിട്ട് എടുക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ എപ്പോഴും ഇത് പറയുമ്പം കോമഡി ആയിട്ട് പറയാറുള്ളതാ. ഈ ചില സ്ത്രീകളെ ഒരു പ്രസവം കഴിയുമ്പം പറയും, അയ്യോ തിയേറ്ററിൽ കയറി കഴിയുമ്പോഴത്തേക്കും അയ്യോ ഇനി പറ്റൂല കേട്ടോ എന്ന് പറയും. അത് അത്രയും ആ ഒരു പെയിനിൽ കൂടെ പോകുന്നത്. അപ്പോൾ പല സാഹചര്യങ്ങളും ഒരു പൊതുപ്രവർത്തകയായിട്ട് ഇരിക്കുമ്പോൾ കഷ്ടമേറിയ സംഭവങ്ങൾ ഉണ്ടാവാം. നമ്മൾ വല്ലാതെ പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വരാം. നമ്മുടെ കുടുംബത്തിലെ പല കാര്യങ്ങളും പലപ്പോഴും മാറ്റി വെക്കേണ്ടി വരാം. എന്തൊക്കെ ചെയ്താലും ചിലപ്പോൾ വഴികൾ കേട്ടു വന്നിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇനി ഇല്ല കേട്ടോ, ഇനി ഈ പരിപാടിക്ക് ഇല്ല കേട്ടോ എന്ന് തീരുമാനം എടുക്കുന്നവരായിരിക്കും. പക്ഷെ എങ്ങനെയൊക്കെയോ ഇലക്ഷൻ്റെ സാഹചര്യമൊക്കെ ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. ഒന്ന് പാർട്ടി ഒരു പക്ഷെ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് അതിനോട് ഒരു പാഷൻ, ഒരു ഇഷ്ടം നമ്മളുടെ ഉള്ളിൽ ഉടലെടുക്കുന്നത് കൊണ്ട് ആ സമയമാകുമ്പം നിൽക്കാറുണ്ട്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഇത് രണ്ടും അങ്ങനെയാണ്. പലരും ഇങ്ങനെയാണ്, ഇനി അങ്ങോട്ട് ഇല്ലാട്ടോ എന്ന് പറയും, പക്ഷെ ഓട്ടോമാറ്റിക്കലി ആ ഒരു മേഖലയിലേക്ക് വരും. അതൊരു പാഷനായി മാറുന്നത് കൊണ്ടും കൂടിയാണ്. അപ്പോൾ ആ ഒരു ജനങ്ങളുടെ സ്നേഹം, അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ കിട്ടുന്ന അവരുടെ ഒരു നന്ദി, അതൊക്കെ എന്ന് പറയുന്നത് നമ്മളിപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ മേഖലയിലേക്ക് അങ്ങനെ വീണ്ടും കടന്നു വന്നു എന്നുള്ളത് മാത്രം ഞാൻ ഇഷ്ടപ്പെടുന്ന മേഖലയാണ്. അതെ, ഈ ജോയ്സ് എന്ന വ്യക്തിയെ പുറമെ നിന്ന് നോക്കിക്കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഒരുപാട് റോളുകൾ നിർവഹിക്കുന്നുണ്ട്. സംരംഭക എന്ന് പറഞ്ഞ ഒരു സംരംഭം നടത്തിക്കൊണ്ടുപോവുക, അങ്ങനത്തെ ഒരു ഡിസൈൻ സ്ഥാപനം അല്ലെങ്കിൽ ആ റൂട്ടിലുള്ളൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോവുക എന്ന് പറഞ്ഞാൽ നല്ല തലവേദന പിടിച്ച പണിയാണ്. അതിൻ്റെ ഇടയ്ക്ക് പരിശീലകരുടെ റോളിൽ അവിടെയൊക്കെ കാണാം, അല്ലെങ്കിൽ KPCC റിസോഴ്സ് പേഴ്സണായിട്ട് കാണാം. സംരംഭകയാകണം, പരിശീലകയാകണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തദ്ദേശ സ്ഥാപനം, അവിടെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള ഒരു തദ്ദേശ സ്ഥാപനത്തിലെ ജനപ്രതിനിധി എന്ന് പറയുന്നത്.
ഈ സമയത്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ശരിക്കും പറ്റുന്നുണ്ടോ? ഇത് ശരിക്കും എങ്ങനെ കൊണ്ടുനടക്കാൻ കഴിയും? ആദ്യ കാലങ്ങളിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, കാരണം കമ്പനി തുടങ്ങിയിട്ടും അധികം ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഒരു സിസ്റ്റത്തിലേക്ക് വരാനായിട്ടുള്ള ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര എൻ്റെ പ്രസൻസും എഫേർട്ടും ഒക്കെ കൂടുതലും കമ്പനിയിലേക്ക് ഇടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി കംപ്ലീറ്റ്ലി ഒരു സിസ്റ്റത്തിലാണ് പോകുന്നത്. അതിനതിൻ്റെ ലീഡർഷിപ്പ് കൊടുത്താൽ മതി. അതെ അതെ, നമ്മളൊന്ന് ചെക്ക് ചെയ്തൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തൊക്കെ പോയാൽ മതി. ബട്ട് സ്റ്റിൽ ഐ മേക്ക് ഷുവർ എല്ലാ ക്ലയൻസിലേക്കും നമ്മൾ എത്തുന്നുണ്ടെന്നും അവർക്ക് നമ്മൾ ആക്സസിബിൾ ആണെന്നുള്ളതും നമ്മളത് അഷ്യൂർ ചെയ്യാറുണ്ട്. ബാക്കിയെല്ലാം ഒരു സിസ്റ്റത്തിലാണ് പോകുന്നത്. പിന്നെ എനിക്ക് അതുപോലെ വിശ്വസിച്ച് ചങ്ക് തന്ന് കൂടെ നിൽക്കുന്ന എൻ്റെ ലുവല്ല എന്ന് പറഞ്ഞ കമ്പനിയിലെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. ഞാൻ ഒരിക്കലും എംപ്ലോയീസ് ആയിട്ടല്ല, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് അവർ ചങ്ക് പറിച്ച് കൂടെ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ആ ഭാഗം അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. പിന്നെയുള്ളത് ജനപ്രതിനിധി. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാ മേഖലകളും എടുത്താൽ ഏറ്റവും കൂടുതൽ സമയവും എഫേർട്ടും വേണ്ടുന്ന ഒരു മേഖലയായിട്ട് വരുന്നത് ഈ ഒരു ജനപ്രതിനിധിയുടെ റോള് ഹാൻഡിൽ ചെയ്യാൻ. MLA ക്ക് വരുന്നേക്കാൾ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ കോൾ വരുന്നത് എപ്പോഴും നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഏത് രാത്രിയിലും വരുന്ന കോളുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യും. ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസിനായിരിക്കാം വിളിക്കുക, ഒരു ആംബുലൻസ് വിളിക്കാനായിട്ടായിരിക്കാം, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ വരും. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ഫോണിൽ അവൈലബിൾ ആയിരിക്കണം. രാത്രി പോലും ചിലപ്പോൾ എത്രയോ തവണ രാത്രിയിലൊക്കെ 11 മണി 12 മണി 1 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. മക്കൾ കിടന്ന് ഉറങ്ങിക്കുന്ന ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു കോൾ വരുമ്പോൾ നമ്മൾ ഇറങ്ങി പോകേണ്ട സാഹചര്യങ്ങളൊക്കെ അങ്ങനെ വരാറുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം ഒരു സിസ്റ്റത്തിൽ പോകുന്നത് കൊണ്ട് അത് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പം ഒരു കാര്യം നമ്മൾ ഇപ്പം ഒരു പ്രൊജക്റ്റ് നമ്മൾ വാർഡിലേക്ക് കൊണ്ടുവരിക, ആ പ്രൊജക്റ്റിൻ്റെ ഒരു ഫോളോ അപ്പ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. അത് നമ്മൾ എഴുതി വെക്കുകയാണ്. ഇന്ന കാര്യങ്ങളാണ് ഇനി ചെയ്യാനായിട്ടുള്ളത്, അടുത്തതിന് ഇതിൻ്റെ ഫോളോ അപ്പ് ഇന്ന ദിവസമുണ്ട്. ഇത് എഴുതി വെച്ച് ഓരോ ദിവസവും അതിൻ്റെ നമുക്കൊരു ഡെയിലി ചാർട്ട് ഉണ്ടാവും എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത്. ഓരോ ദിവസം ഒന്ന് മറിച്ച് നോക്കും, ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് പെൻഡിങ് ഉള്ളതെന്ന് നോക്കുമ്പോൾ ഒന്നും വിട്ടുപോകാറില്ല. പിന്നെ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളും വീഴ്ചകളും ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാത്തിലും ആരും പെർഫെക്റ്റ് അല്ല, എന്നാലും ഭംഗിയായിട്ട് പോകും. ഞാൻ ഏതൊരു ജനപ്രതിനിധിയോടും ചോദിക്കണം എന്ന് ഇപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു എനർജിയോടെ മുന്നോട്ട് പോകണമെങ്കിൽ അതിനുവേണ്ടി തന്നെ ഒരു പാഷൻ ബിൽഡ് ചെയ്യണം. പക്ഷെ അത് ജനപ്രതിനിധികളുടെ കാര്യത്തിൽ വേറൊരു പ്രത്യേകതയുണ്ട്. അവർ ചിലപ്പോൾ അതിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് പൊതുവെ, അല്ലാതെ പ്രൊഫഷൻ കൂടി ഒരേ സമയം കൊണ്ടു കിടക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷെ അതിനെ നമ്മളിങ്ങനെ ഓരോന്നിനും ഇങ്ങനെ വേർതിരിച്ചെടുക്കുക, കാണുക മുഴുവൻ. അപ്പോൾ അത്രയും പാഷൻ അതിനോട് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ സെക്കൻഡ് ടൈമിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഈ പാഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പുറത്തങ്ങനെ ഈ എനർജിയോടുകൂടി ഓടാൻ പറ്റുന്നു എന്നാണോ? ഞാൻ ഇപ്പോൾ ഒരു എനർജി കഴിഞ്ഞ ദിവസം നമ്മുടെ വാർഡിലെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഓൾറെഡി ഇറങ്ങി, അടുത്ത സ്ഥാനാർത്ഥി വന്നു. ആ സമയത്ത് വെറുതെ അവരെ ഒന്ന് കാണാനായിട്ട് ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ തിരിച്ചു വരണം, വീണ്ടും ഇവിടെ തന്നെ മത്സരിക്കാവോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് പറ്റണില്ല, തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തരുന്ന ഒരു സ്നേഹവും അവർ വിളിക്കുന്ന ഫോൺ കോളുകളും അതൊരു രാഷ്ട്രീയമല്ല, അല്ലെങ്കിൽ ജാതിയല്ല, മതമല്ല, ഇതിനൊക്കെ അപ്പുറത്തേക്ക് മനസ്സിൽ 5 വർഷമല്ലേ നമ്മൾ. ഞാൻ ആ വാർഡിൽ വന്നിരുന്നു. ഒരുപാട് ആളുകളോട് സംസാരിച്ചു, പറഞ്ഞു, കേട്ടു. ശരിക്കും ഞാൻ അതാണ് ആദ്യം ചോദിച്ചത്, മാജിക് വല്ലതും കൈവശം കിട്ടുന്നത് കുറേ ആളുകൾ മനസ്സുകളുമായിട്ട് അങ്ങ് അടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് വോട്ട് ചെയ്യാത്ത വ്യക്തികളുണ്ട്, അവരുടെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല, പക്ഷെ എന്തോ ഭയങ്കരമായ ഒരു അടുപ്പം പിന്നീട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ട് നമ്മൾ അവരുമായിട്ട് നിരന്തരം ഇടപഴകുമ്പോൾ മനസ്സുകൾ എടുക്കാറുണ്ട്, ആ ഒരു സ്നേഹം ഉണ്ടാവാറുണ്ട്. രാഷ്ട്രീയമൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഞാൻ ജയിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഒരു പ്രാദേശിക തലത്തിൽ ഒരിക്കലും രാഷ്ട്രീയം നോക്കാൻ പാടില്ല. നമ്മൾ ഏത് പാർട്ടി ആയിക്കോട്ടെ, നമ്മൾ വോട്ട് ചെയ്യുന്നത് എല്ലാവരുടെയും ജനപ്രതിനിധിയാണ്. അത് എന്ത് ആനുകൂല്യങ്ങളുണ്ടെങ്കിലും എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും അതിനെ ഒരു അളവുകോലാക്കി വെക്കുക, അതുകൊണ്ട് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് വേറെ അർഹതയായിരിക്കണം എപ്പോഴും മാനദണ്ഡം. അതനുസരിച്ചിട്ട് അവരിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർ ആ തരുന്ന സ്നേഹം ഉണ്ടല്ലോ, അതാണ് പിന്നെയുള്ള എനർജി എന്ന് പറയുന്നത്. അത് ആ ഒരു സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് അനുഭവിക്കാനായിട്ട് അവസരം ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അത് റുട്ടീനായി മാറുമല്ലേ, മനുഷ്യരുടെ പ്രശ്നങ്ങൾ കേട്ടും പറയാതെ ഇടപെടാതെ ഒരു ദിവസം പിന്നീട് കടന്നു പോയിട്ടില്ലല്ലോ. ഒരു ദിവസം കുറേ ഫോൺ കോൾസ് വരുമ്പോഴത്തേക്കും നമ്മൾ വൈകിട്ടാകുമ്പോൾ ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആവും, ഇങ്ങനെ കണ്ടിന്യൂസ് എടുത്ത്. പക്ഷെ ഒരു ദിവസം കോൾ വരാതിരിക്കുമ്പോഴത്തേക്കും അതൊരു ഇറിറ്റേഷനാണ്, ഇന്ന് കോൾസ് ഒന്നും വന്നിട്ടില്ലല്ലോ എന്നൊരു ആ ഒരു ലെവലിലേക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് എത്തും. അത് നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അല്ല, പിന്നെയും ഇതിനെനിക്കിത് പറയുമ്പോൾ എനിക്ക് പിന്നെയും ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു, 2 റോളുകളാണ് പറഞ്ഞത്. ഒന്ന് സംരംഭത്തിലുള്ള റോളും ജനപ്രതിനിധിയുടെ റോളും. ഇതിനിടയ്ക്ക് ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നുണ്ട്, ഷോസിൽ പങ്കാളികളാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, പല ട്രെയിനിങ് സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യാനും കുറച്ച് സമയം മാറ്റി വെക്കണ്ടേ? അപ്പോൾ അതെങ്ങനെയാണ്, അത് ഈ ഓട്ടത്തിൻ്റെ കൂടെ നടക്കുക? അതിൻ്റെ ഇടയിൽ എപ്പോഴൊക്കെ ഇപ്പം ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ ഞാൻ കൂടുതലും ഈവനിങ് ടൈം, ലേറ്റ് നൈറ്റിലൊക്കെ ആയിരിക്കും ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ ഇപ്പം PPT പ്രസൻറ്റേഷൻസോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ലേറ്റ് നൈറ്റ്സിലായിരിക്കാം കൂടുതലും ഇരിക്കുക എന്നുള്ളത്. പിന്നെ ഇപ്പം ഈ ടീച്ചേഴ്സ് ഓറിയൻറ്റേഷൻസ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ലെവലിലുള്ള ഓറിയൻറ്റേഷൻസ് അങ്ങനെയുള്ള സെഷൻസിനുപരി
മോട്ടിവേഷൻ സെഷൻസ് ആവുമ്പോൾ ഞാൻ കൂടുതലും ഈ ഫിലോസഫി അല്ല പറയാറുള്ളത്. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ, നമ്മൾ കടന്നു വന്ന വഴികൾ, നമ്മൾ എങ്ങനെയാണത് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊരു പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. നമ്മൾ അങ്ങനെ തന്നെ ചെന്ന് പറയുക. പിന്നെ നമ്മൾ സെക്ഷൻസ് എടുക്കുമ്പോൾ കൂടുതലും ഞാനിങ്ങനെ ഈ ലെക്ചറിങ്ങും ഇഷ്ടപ്പെടുന്നില്ല. കുറച്ചൊക്കെ ഇൻട്രാക്റ്റീവ് ആയിട്ട്, ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് അവരെയും കൂടെ കേട്ടുകൊണ്ട് അവരുടെ ഭാഗം കൂടെ കേട്ടിട്ട് എടുക്കുന്ന സെഷൻസ് ആണ് കൂടുതലും. അതധികം പ്രിപ്പറേഷൻ ആവശ്യം വരുന്നില്ല. മറ്റ് ചില സെഷൻസ് എടുക്കുമ്പോഴാണ് പ്രിപ്പറേഷൻ കൂടുതലും വേണ്ടി വരിക. ഇത്രയും ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുമ്പോഴേ നമ്മൾ എത്ര എനർജി പോലും, മനുഷ്യരാണല്ലോ നമ്മൾ. അപ്പം എനിക്ക് ഉത്തരമായിട്ട് കേൾക്കാൻ ആഗ്രഹമുള്ളൊരു ചോദ്യം എന്താ അറിയോ, അതായത് എന്താണ് ഇതിൻ്റെ ഒരു സോഴ്സ് ഓഫ്, നമ്മൾ എനർജിയെക്കുറിച്ചൊക്കെ പറഞ്ഞു, പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതായത് ഇത്രയും എനർജിയിൽ നമ്മളെല്ലാ മനുഷ്യരും വെല്ലുവിളികളോട് ഇങ്ങനെ പടപൊരുതി നിൽക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിൽ അങ്ങനെ തുടരുക, ആ വിജയത്തിൽ അങ്ങനെ തുടരുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ലല്ലോ. സക്സസ്സിനെ ഒരു തുടർച്ച ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. എന്താണ് ശരിക്കും അതിൻ്റെ ഒരു സോഴ്സ് ഓഫ് എനർജി, അല്ലെങ്കിൽ എന്താണ് അതിനെ നയിക്കുന്നത്? എന്താണ്? നമ്മൾ എപ്പോഴും ഒരേ രീതിയിലൊന്നും അല്ല നിൽക്കണേ. ഒത്തിരി ഡൗൺസ് എനിക്കും ഉണ്ടാവാറുണ്ട്. പൊട്ടിക്കറിയുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, ഉറക്കം നഷ്ടപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മളെ മറ്റൊരാളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് ഒരു ഹാപ്പിനെസ്, ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. അത് നമ്മുടെ വിഷമങ്ങളില്ല എന്നല്ല അതിനർത്ഥം, ഉണ്ട്. പക്ഷേ അതിനെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു, അതിനെ എങ്ങനെ ഓവർകം ചെയ്ത് നമ്മൾ മുമ്പോട്ട് വരുന്നു എന്നതിലാണ് ആ ഒരു ഫാക്ട് ഇരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെയൊക്കെ നമ്മളതിനെ ഓവർകം ചെയ്യുന്നു. പുറത്തേക്ക് വരുമ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് കഴിവതും ശ്രമിക്കാറുണ്ട് കേട്ടോ. മാനുഷികമായിട്ടുള്ള വീഴ്ചകളൊക്കെ എനിക്കും ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ എല്ലാ മേഖലയും എനിക്ക് ഇഷ്ടപ്പെടുന്ന, ഞാൻ എവിടേക്ക് ആയാലും എനിക്ക് സന്തോഷം തരുന്ന മേഖലകളാണ്. ഇപ്പം ഓൺട്രപ്രണർഷിപ്പ് ആയിക്കോട്ടെ, അതേസമയം ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് പൊതുപ്രവർത്തന രംഗമായിക്കോട്ടെ, ട്രെയിനിങ്ങുകളായിക്കോട്ടെ, ഇത് ഓരോന്ന് എൻജോയ് ചെയ്താൽ ചെയ്യുക. അപ്പോൾ ആ ഒരു എനർജി ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ പലരെയും അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പം ഞാനൊരു ചേച്ചിയോട് ഈ വാർഡിൽ വന്നപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു എന്നെ ഒരു സംരംഭകയാക്കി മാറ്റിയത് ഞങ്ങളുടെ കൗൺസിലറാണ് എന്ന് പറഞ്ഞു. അങ്ങനെയും അവരെ അങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ അതെ. അവര് ഇപ്പൊ ഞാൻ ഇലക്ഷന് ആദ്യം നിന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യത്തിൽ ഒന്നായിരുന്നു നമ്മുടെ സ്ത്രീകളിൽ നിന്നുള്ള സംരംഭകര് വളരണം എന്നുള്ളത്. ഈ സംരംഭകരെന്ന് പറയുമ്പം കുറേയധികം എമൗണ്ട് മുടക്കി ഒരു ബിസിനസ് തുടങ്ങി വിജയിക്കുക അങ്ങനല്ല. അവരുടെ കഴിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അവരുടെ സമയം ഉപയോഗപ്പെടുത്തി ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതിന് ചിലപ്പം വേണ്ടത് നമ്മുടെ ഒരു മോട്ടിവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് വേണ്ട കുറച്ച് ഗൈഡൻസ് ആയിരിക്കാം വേണ്ട. ഇപ്പൊ എല്ലാവരും ഒന്നും പണം കൊടുത്തൊന്നും നമുക്ക് സഹായിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിലൊക്കെ വലിയ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉള്ളവരോട് നമ്മൾ സംസാരിക്കാറുണ്ട്, നമ്മൾ വന്ന വഴികൾ നമ്മൾ പറയാറുണ്ട്. ഒരുപാട് പേർക്ക് അത് ഇൻസ്പിറേഷൻ ആവാറുണ്ട്. അങ്ങനെ ഒത്തിരി പേര് ഈ ബിസിനസ് രംഗത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വന്നവരിൽ ഒരാളാണ് ഇപ്പൊ പറഞ്ഞ ആളെന്ന് പറഞ്ഞ വാർഡിലുള്ള ഈ മാധ്യമ പ്രവർത്തകരെ ആവശ്യത്തിനും അനാവശ്യത്തിനും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് സാമുദായിക സമവാക്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ ഒരു സേഫ് ആയിട്ടുള്ളൊരു വാർഡ് കിട്ടുമോ, അല്ലെങ്കിൽ കുറച്ച് വലിയ രാഷ്ട്രീയ മത്സരം ഇല്ലാത്ത സ്ഥലം ചൂസ് ചെയ്യാൻ പറ്റുമോ, ഇത്തരം ചിന്തകളുണ്ടാകും. രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇങ്ങനെ റിപ്പോർട്ടുകളൊക്കെ എഴുതുമ്പോൾ പലവിധ ഘടകങ്ങൾ ഇങ്ങനെ എഴുതി ചേർക്കും. പക്ഷെ അത് നമ്മൾ അങ്ങനെയല്ല, ആളുകളുടെ ഹാർട്ട് വിൻ ചെയ്യുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ രാഷ്ട്രീയത്തിലെ കാര്യം. പക്ഷേ ഇപ്പോൾ നേരത്തെ മത്സരിച്ചിരുന്നൊരു വാർഡല്ല, പുതിയൊരു വാർഡിലേക്ക് മത്സരിക്കാൻ ചെല്ലുന്നു. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ ബലാബലങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊരു ചാലഞ്ചിങ് അല്ലേ ശരിക്കും? ഇപ്പം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ, ഇത് പറഞ്ഞു വെച്ചത് ഗുരുദേവനാണ്. ഞാൻ ഇപ്പം ഇലക്ഷനെ കോൺടെസ്റ്റ് ചെയ്യുന്ന SNDP സ്കൂൾ വാർഡിലാണ്. അപ്പോൾ ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്തേക്ക് തുറന്ന മനസ്സുള്ളവരാണ് അവിടെയുള്ള ആ വാർഡിലുള്ള വ്യക്തികളെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം അത് ഗുരുദേവന്റെ ഒരു ആപ്തവാക്യമാണ്. അത് ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികളാണുള്ളത്. പ്രത്യേകിച്ച് മൂവാറ്റുപുഴ എന്ന് പറയുന്ന പ്രദേശത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹകരണത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇപ്പം ഇതിന് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ ചോദ്യത്തിന് പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രസക്തിയുള്ളൊരു ചോദ്യമാണ്. ഇപ്പം ഈ ഒരു സാമുദായികമായിട്ടുള്ള പല കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പം കാൻഡിഡേറ്റിനെ പോലും നിർണ്ണയിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഇന്ന് എല്ലാ പൊളിറ്റിക്സിലും ഉള്ളത് എന്നുള്ളത് ഒരു പരമപ്രധാനമായ ഒരു കാര്യമാണ്. പക്ഷേ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒന്നും ആലോചിക്കുക, ഇപ്പം നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള ഒരു ചാക്കോച്ചനും ഇസ്മയിലിനും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കൂടിപ്പോയുള്ള പ്രശ്നം വല്ല അതിർത്തി തർക്കമായിരിക്കും, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള എന്തെങ്കിലും ചെറിയ പിണക്കങ്ങളായിരിക്കാം. ഇതുപോലെ തന്നെ ഈ ചാക്കോച്ചനും മാധവനും തമ്മിൽ അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അടുത്തടുത്ത് താമസിക്കുന്നത്. പക്ഷേ ഏതോ ചില പ്രത്യയ ശാസ്ത്രങ്ങൾ പറഞ്ഞു വെക്കുകയാണ്
ഇവിടെ സാമുദായികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ വാർഡിൽ ഞങ്ങൾ ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു സെക്യുലർ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം. അപ്പോൾ അത് ഈ സന്ദേശം കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. കാരണം ഈ നമുക്ക് എവിടേക്കോ ഏതൊക്കെയോ സ്റ്റേജിൽ നമുക്കൊരു ഭയം തോന്നി തുടങ്ങി. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ ആ ഒരു സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന രീതി ജനറലൈസ് ചെയ്യുക. അപ്പൊ ആ ജനറലൈസേഷനിലൂടെ ചെയ്യുന്ന എന്താണ്, ഈ അകൽച്ച ഉണ്ടാക്കുക, ഭിന്നിപ്പിച്ച് വോട്ട് നേടുക എന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ള കാര്യം. നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന കാര്യം. അപ്പൊ ഇത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ സെക്യുലർ ലൈൻ എന്ന് പറയുന്ന 1 വർഷം നീണ്ട ഒരു പ്രോഗ്രാം ആയിരുന്നു. എന്റെ വാർഡിൽ, ഞാൻ എന്റെ പഴയ വാർഡില്, പഴയതെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, അവരെപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അപ്പൊ അവിടെ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, എല്ലാ മതസ്ഥരും ഉണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഞങ്ങൾ ഓണം ആഘോഷിച്ചത്. അവിടെ എല്ലാ മതത്തിൽ നിന്നുമുള്ള മതമേലധ്യക്ഷന്മാരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഫ്താറിന് ഞങ്ങൾ നോമ്പ് തുറന്ന് അത് അതിൻ്റെതായ അവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് ആ ഒരു പുണ്യമാസത്തിൽ ഒരു ദിവസം അവർക്ക് വേണ്ടിയിട്ട് എല്ലാ മതസ്ഥരും ചേർന്ന് ചെലവഴിച്ചു. അതുപോലെ തന്നെ ക്രിസ്മസ് എല്ലാ മതസ്ഥരും ഒരുമിച്ച് ആഘോഷിച്ചു. അതൊരു വലിയ സന്ദേശമായിരുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അതിന് മുകളിലേക്ക് വെക്കുന്ന ഒന്നായിരിക്കണം, മതം മാറ്റി വെക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ രാഷ്ട്രീയം പോലും അധികം ചെയ്യപ്പെടാൻ പാടില്ല. പ്രാദേശിക രാഷ്ട്രീയത്തിൽ വ്യക്തികളെ തീർച്ചയായിട്ടും നോക്കണം. അവർക്കെന്ത് ചെയ്യാൻ പറ്റും, അവർക്കെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അത് നമ്മുടെ ഒരു നഗരസഭയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക പ്രദേശത്തിന് വേണ്ടി കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ് പ്രാദേശിക രാഷ്ട്രീയത്തിൽ ശരിക്കും നോക്കേണ്ട ഒരു വസ്തുത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റുള്ള വിഭജനങ്ങൾക്ക് ഇവിടെ ഇടമില്ല, ഒരു സാധ്യതയില്ല, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലില്ലാന്നേ. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത്രയും ആക്ടിവിറ്റീസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് തിരക്കിൻ്റെ കാര്യം, ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ സമയമുണ്ടോ? അതും കൂടെ അങ്ങനെയൊക്കെ കുടുംബത്തിന് കൊടുക്കാൻ സമയം ഉണ്ടോ? ശരിക്കും അങ്ങനെ പറ്റുന്നുണ്ടോ? ഇപ്പം ഈ എനർജിയുടെ കാര്യം മുമ്പേ ചോദിച്ചല്ലോ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു ഇഷ്ടമുണ്ടെന്നുള്ളത്. പക്ഷേ മക്കളുടെ കൂടെ ചെലവഴിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തരം ഭ്രാന്താണ്. എല്ലാ അമ്മമാർക്കും അതാണ്. ഇപ്പം ഞാൻ ഈയിടെയൊക്കെ സുഹൃത്തുക്കളോട്, എൻ്റെ മോള് 6th പഠിക്കുന്നു, മോന് 3ാം ക്ലാസ്സിൽ പഠിക്കണം. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അവർക്ക് അമ്മയുടെ പ്രസൻസ് ആവശ്യമുള്ള ഒരു സമയമാണ്. ചിലപ്പോഴൊക്കെ എന്നെ അത് ഉള്ളിൽ ഇങ്ങനെ ഒരു കൊളുത്തുവലിയായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. പല കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ സമയം കൊടുക്കാൻ പറ്റുന്നില്ലോ എന്നുള്ളത്. പക്ഷേ ഞാനത് നമ്മളെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന സമയത്തെ ക്വാളിറ്റി ടൈം ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ കിട്ടണ സമയം അവരുടെ കൂടെ മാക്സിമം ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് കഴിവതും ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ എൻ്റെ യാത്രകളിൽ എപ്പോഴും അവരൊപ്പം ഉണ്ടാകും. എൻ്റെ ഇപ്പം വാർഡിലെ പരിപാടികളായിക്കോട്ടെ അല്ലെങ്കിൽ പൊതുപരിപാടികളിലൊക്കെ കഴിയുന്നിടത്തോളം എൻ്റെ മക്കളും പല വേദികളിലും കാണാറുണ്ടാവും, എൻ്റെ മക്കളും കൂടെ വരാറുണ്ട്. അപ്പം അവർക്കും അമ്മ എന്താണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് അങ്ങനെ ബാലൻസ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ രാവിലെ സ്കൂളിലെ വിടൽ വരെ ഒരു യുദ്ധം കേട്ടോ. ആ യുദ്ധം കഴിഞ്ഞിട്ടാണ്, സ്കൂളിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കി മേഖലകളിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ വൈകുന്നേരം തിരിച്ചു ചെന്നിട്ട് ബാക്കി അതും നമ്മളെന്ന് പറഞ്ഞത് നമ്മൾ ഭയങ്കര ആവേശത്തോടെ ഇരിക്കുന്ന ഒരു സമയമാണ് മക്കളുടെ കൂടെയും ഫാമിലിയുടെ കൂടെയുള്ളതെന്ന് പറയുന്നത്. ഈ മൂവാറ്റുപുഴയുടെ കാര്യം എടുക്കുകയാണെങ്കിലേ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഈ മൂവാറ്റുപുഴയുടെ ഒരു പ്രാദേശിക വിഷനൊക്കെ സംസാരിക്കുകയാണെങ്കിൽ, ഒരു മലയോര പ്രദേശത്ത് അല്ലെങ്കിൽ അങ്ങനെ കിഴക്കൻ സൈഡിലേക്ക് പരിശോധിക്കുമ്പോൾ വളരെ വിപുലമായ സാധ്യതയുള്ളൊരു നഗരമാണ് മൂവാറ്റുപുഴയും പരിസര പ്രദേശങ്ങളും. നല്ല രീതിയിലുള്ള വികസന പുരോഗതികൾ കൈവരിക്കാനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ കുറേ കൂടി നമ്മുടെ സാധ്യതകളെ വളരെ വിപുലമായ തോതിൽ പരീക്ഷിക്കാനും നടപ്പിലാക്കാനും ഒക്കെ കഴിയുന്ന വലിയ സാധ്യതയുള്ളൊരു മേഖല കൂടിയാണ്. കണക്ടിവിറ്റിയൊക്കെയുള്ള മേഖല കൂടിയാണ്, ടൂറിസം അടക്കമുള്ള കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു വിഷൻ ആലോചിക്കാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ്. അങ്ങനെ അത്തരം പദ്ധതികളുണ്ടോ, ആലോചനകളുണ്ടോ? പാർട്ടി സുപ്രധാനമായ ചുമതലകളൊക്കെ പലപ്പോഴും തന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്. ഈ മൂവാറ്റുപുഴ പലപ്പോഴും എനിക്കൊരു അത്ഭുതമാണ്. എന്തുകൊണ്ടാണ് മൂവാറ്റുപുഴയുടെ വികസനം മുരടിച്ചു പോവുക എന്നുള്ളത് പലപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഈ പറഞ്ഞതുപോലെ ത്രിവേണി സംഗമ തീരം ആയതുകൊണ്ട് തന്നെ ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. എറണാകുളത്തിൻ്റെയും അതുപോലെ തന്നെ ഹൈറേഞ്ചിൻ്റെയും മധ്യത്തിൽ നിൽക്കുന്നതായതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള ഷെൽട്ടർ കൂടിയാണ് മൂവാറ്റുപുഴ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ കാർഷിക മേഖല ആയിക്കോട്ടെ, ടൂറിസം ആയിക്കോട്ടെ, എല്ലാ മേഖലകളിലും ഒരുപാട് കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു നഗരം തന്നെയാണ് മൂവാറ്റുപുഴ എന്ന് പറയുന്നത്. ഇപ്പം മൂവാറ്റുപുഴയിലുള്ള മുനിസിപ്പൽ പാർക്ക് എടുത്തു കഴിഞ്ഞാൽ 4.5 ഏക്കറോളം വരുന്ന ഒരു സ്ഥലമാണ് മുനിസിപ്പൽ പാർക്ക്. ഇപ്പം ഈ സമയത്താണ് നമുക്ക് 50 ലക്ഷം രൂപയോളം അതിൻ്റെ നവീകരണത്തിന് വേണ്ടി അനുവദിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ അതിന് നിർമ്മാണം ആരംഭിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ തൊട്ടടുത്ത ഭരണസമിതി തീർച്ചയായിട്ടും അത് പൂർത്തീകരിക്കാൻ പറ്റും. അപ്പം അത്രയധികം കാര്യങ്ങൾ അവിടെ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ഇതിന് മുമ്പ് കാലഘട്ടങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് നഗരവികസനം സാധ്യമായത്. വഴിക്ക് വീട് കൂടുന്ന ഈ അടുത്ത കാലഘട്ടമാണ് നടന്നിരിക്കുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള നീഡ്സ് പോലും പരിഗണിക്കപ്പെട്ടു പോകുന്നത്
ഈ ഒരു സമയത്താണ്. അപ്പൊ ഇതിനു മുമ്പ് ജോസഫ് വാഴക്കൻ ഇരുന്നപ്പോഴും പിന്നെ ജോണി നെല്ലൂർ MLA ഇരുന്ന കാലഘട്ടങ്ങളിലും കൊണ്ടുവന്നിരുന്ന വികസനങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ചെറിയ കല്ല് പോലും എടുത്തു വെക്കുവാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു സത്യമായിട്ടുള്ള കാര്യം. ഇനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് UDF അധികാരത്തിൽ വരുന്നത്. ഞാൻ വരുന്ന സമയത്ത് ഈ വഴിയിലൂടെ ആണെങ്കിൽ നടക്കുമ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും മാലിന്യം കൂന കൂട്ടിയിട്ടേക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് 5 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയണേ. എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ഭരണസമിതി ഉണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ മാലിന്യങ്ങൾ മുഴുവൻ ആദ്യം നീക്കം ചെയ്തിട്ട് ഒരു ബ്യൂട്ടിഫിക്കേഷൻ, അതായത് നഗര സൗന്ദര്യവൽക്കരണത്തിനാണ് നമ്മൾ ഇത്തവണ പ്രാധാന്യം കൊടുത്തത്. അപ്പൊ അതായിരുന്നു ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ചെയ്യേണ്ടി വന്ന വർഷങ്ങൾക്ക് ഇപ്പുറത്തിന് ശേഷം ഭരണത്തിൽ വന്ന UDFനാണ്. അപ്പൊ അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. 6 ഏക്കറോളം വരുന്ന ഡംപിങ് യാർഡിൽ ഈ കണ്ട വർഷങ്ങളിലെ മുഴുവൻ മാലിന്യങ്ങൾ കൊണ്ട് നിരത്തിയിട്ടിട്ട് അവിടെ കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടുത്തെ തൊഴിലാളികൾക്ക് അങ്ങോട്ടേക്ക് കടന്നേലാൻ പറ്റത്തില്ലാത്ത അസുഖങ്ങൾ പടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പരിസരവാസികൾക്ക് മൂക്ക് പൊത്താതെ അവിടെ നടക്കാൻ പറ്റുന്നില്ല. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും യാതൊരു സുരക്ഷിതമില്ലാത്ത സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ഡംപിങ് യാർഡ് ശുചീകരിക്കാനായിട്ടും അവിടെ ഏകദേശം 10 ലക്ഷം രൂപയോളം ചിലവാക്കിക്കൊണ്ട് ബയോ മൈനിങ് ശാസ്ത്രീയമായ രീതിയിൽ കൊണ്ടുവരാനായിട്ടും എല്ലാ വീടുകളിൽ നിന്നും മാലിന്യം കൃത്യമായി കളക്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനം കൊണ്ടുവന്ന് ഇത്തവണയാണ്. അപ്പൊ ഇതിന്റെ ഒരു തുടർച്ച തീർച്ചയായിട്ടും ഉണ്ടാകണം എന്നുള്ളത് ഒരു സ്വപ്നമാണ്. ഇപ്പൊ ഈ പറഞ്ഞതിൽ ഒന്ന് നമ്മുടെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒന്നാണ് ഒരു തൂക്കുപാലം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മറ്റേ എന്തിനാണ് തൂക്കുപാലം ഇപ്പോൾ ഇവിടെ, ഇതെന്തിന്റെ ആവശ്യമാണ്? അതായത് ഇപ്പം കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ നമുക്ക് കൊട്ടിഘോഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വേണം, അല്ലാതെ ഒരു ദീർഘകാലത്തേക്ക് ഒരു പ്ലാനോ പദ്ധതിയോ ഒന്നുമില്ല. എന്ത് ചെയ്താലും അതിന്റെ ഉത്തമ ഉദാഹരണം മൂവാറ്റുപുഴ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു ആധുനിക ഫിഷ് മാർക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അർബൻ ഹാറ്റ് എന്ന് പറഞ്ഞ സംവിധാനം. അതായത് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടാകുന്ന കരകൗശല വസ്തുക്കൾ ഇവിടെ കൊണ്ടുവന്ന് വിറ്റഴിക്കുന്നു, ടൂറിസത്തെ ആകർഷിക്കുന്നു. അതായത് ദീർഘവീക്ഷണമില്ലാതെ കുറേയധികം കെട്ടിടങ്ങൾ പണിതിട്ടേക്കുക, സ്റ്റേഡിയം പണിതിരിക്കുന്ന അശാസ്ത്രീയമായ രീതിയിലാണ്. വെള്ളം കയറി മുങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ് ആധുനിക ഫിഷ് മാർക്കറ്റ് കിടക്കുന്നത്. ഫിഷ് മാർക്കറ്റ് അങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ടിരും എന്നൊക്കെ വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു, ഒന്നും നടന്നില്ല. കെട്ടിടം പണിയാൻ തെരഞ്ഞെടുത്ത സ്ഥലം തന്നെ പാളിപ്പോയി. അപ്പൊ ഈ എന്തെങ്കിലും കാണിച്ചുകൂട്ടലാകരുത് ഭരണാധികാരികൾ ചെയ്യുന്നത്. വെൽ സ്റ്റഡീഡ് ആയിട്ട് കാലഘട്ടം കുറച്ചേക്ക് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ചിട്ടായിരിക്കണം വികസന പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. കാർഷിക മേഖലയെ പറ്റിയാണെങ്കിലും അല്ലെങ്കിൽ ടൂറിസം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഈ ത്രിവേണി സംഗമ തീരത്തെ എങ്ങനെയാണ് ടൂറിസത്തിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിലും, അതിനോടൊപ്പം തന്നെ ഇപ്പോഴും വീടില്ലാത്ത ഈ അതിദാരിദ്ര്യം എന്നൊക്കെ അതിന്റെ ഫാക്റ്റിലേക്ക് ഞാൻ കിടക്കണില്ല. അപ്പൊ അതൊരു എന്താ പറയുക, ഒരു കൊട്ടി പ്രഘോഷണം, ഒരു പ്രഹസനമായിരുന്നു അത്. അപ്പൊ അതുകൊണ്ട് പോലെ ഒത്തിരി പേർക്ക് കഞ്ഞുകൂടി മുട്ടിച്ച അവസ്ഥയിലാണ് ഇപ്പം നിൽക്കണേ. വീടില്ലാത്ത ആളുകൾ ഉണ്ടെന്നേ, ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തി മൂവാറ്റുപുഴ എറണാകുളത്തിന്റെ നമ്പർ 1 നഗരസഭ ആക്കുക എന്നുള്ളത് ഒരു വികസനം തുടങ്ങി വെച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു തുടർച്ച ഉണ്ടാവണമെന്നുള്ളത് വലിയൊരു സ്വപ്നം. ഈ SNDP വാർഡിന് വേണ്ടിയും അങ്ങനെ ഒരു വിഷൻ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഏറ്റവും ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് ഒരു വാർഡ് കൗൺസിലർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വാർഡിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ കൊണ്ടുവരാവുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരാന്നുള്ളത് അത് നമ്മളുടെ അതൊരു ഉത്തരവാദിത്തമാണ്. അത് സ്വപ്നം എന്ന് പോലും പറയാൻ പറ്റില്ല, അത് ഉത്തരവാദിത്തമാണ്. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുപ്പാണല്ലോ ഫസ്റ്റ്, പിന്നെ ഭരണസമിതി നിലവിൽ വന്നു കഴിയുമ്പോൾ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു വിഷൻ ഉണ്ട് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവിടുത്തെ ഓരോ പ്രാദേശിക പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരു ഒരു വാർഡിലെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കുടുംബത്തെ പോലും തിരിച്ചറിയാൻ, അവരുടെ ഒരു പ്രശ്നം പോലും അറിയാൻ ഒരാളെ ആദ്യം വിളിച്ചു ചോദിക്കുക, നമുക്ക് കൗൺസിലറെ വിളിച്ച് ചോദിക്കാം എന്ന നിലയ്ക്ക്. അപ്പോൾ അത്രയും അടുത്ത് പ്രവർത്തിക്കേണ്ടതാണ്. അങ്ങനെ എല്ലാ തലങ്ങളിലും സർവ്വ മേഖലകളിലും ഉള്ള ഇടപെടൽ എന്താണ്, അത് മുൻ വാർഡിലെ പോലെ തന്നെ അങ്ങനെ ഒരു പ്രത്യേക വിഷയം ഉണ്ടാക്കി അത് ആളുകളോട് പറഞ്ഞ് അങ്ങനെ തന്നെ മാതൃകാപരമായി വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. മറ്റു ചില എളുപ്പ വഴികളും കുറുക്ക് വഴികളും അല്ല, അങ്ങനെ തന്നെ ജനങ്ങളെ സമീപിക്കും. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ട് സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ കോഷ്ടികളുടെയൊക്കെ കാലങ്ങൾ കഴിഞ്ഞ് വോട്ട് പിടിക്കാൻ വേണ്ടി, അത് ജനങ്ങൾക്കറിയാം. നമ്മൾ എന്താണോ അങ്ങനെ അവരിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അവർ തിരിച്ചറിയും എന്ന്. അതിന് ഏറ്റവും ഉദാഹരണമാണ് എൻ്റെ കഴിഞ്ഞ ഇലക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ മരണശേഷമാണ് 2 ചെറിയ കുട്ടികളായിട്ടാണ് മൂവാറ്റുപുഴയിലേക്ക് വരുന്നത്. മുമ്പ് ഞാൻ ആവോലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ മൂവാറ്റുപുഴയിൽ വന്ന് ഞാനൊരു ഫ്ലാറ്റ്, ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ മക്കളും ഞാനും മമ്മിയും ഉള്ളൂ. അപ്പോൾ ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് താമസം തുടങ്ങി. അവിടെ താമസിച്ചൊരു 6 മാസം കഴിയുമ്പോഴാണ് ഇങ്ങനെ ഇലക്ഷൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്നു, സംഘടനാ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വം നമ്മളോട് ഇങ്ങനെ ആവശ്യപ്പെടുമ്പോഴും ഞാൻ ആദ്യം ചിന്തിച്ചത്
മറ്റേതൊരു വലിയ പോസ്റ്റിനെ കഴിഞ്ഞ് ഉത്തരവാദിത്തമുള്ള പോസ്റ്റാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതിന് എനിക്ക് ചെയ്യാൻ പറ്റും, അത്ര സമയം എനിക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത കാരണം അന്നത്തെ സാഹചര്യം അതാണ്. ഞാൻ ഒരു സിംഗിൾ മദറാണ്, ഹസ്ബൻഡ് മരിച്ചിട്ട് അധികം ആയിട്ടില്ല, ചെറിയ മക്കൾ 1 വയസ്സ് 3.5 വയസ്സ്. അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം, എല്ലാം തകർന്നു നിൽക്കുന്ന സമയത്ത് ഇതെങ്ങനെ ഇതെടുത്ത് തലയിൽ വെച്ചാൽ അതൊരു ബാധ്യതയാകുമെന്ന് പോലും ചിന്തിച്ചിട്ട് ഞാൻ ഏകദേശം ഒരു 2 മാസത്തോളം തീരുമാനം എടുത്തില്ല. അപ്പോൾ ഇവരുടെ സമ്മർദ്ദമൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരണേ. ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ ആ വാർഡിൽ അറിയാവുന്ന ഒരു വോട്ടർ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. അവിടെ നമ്മൾ എന്താണോ അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവര് ആ ഒരു 3-4 തവണ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ, അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെപ്പറ്റി ഏകദേശം അവർക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ 45 വർഷമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരുന്ന ആ ഒരു സീറ്റാണ് നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റിയത്, കോൺഗ്രസിന് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റിയത്. അത് നല്ല ഭൂരിപക്ഷത്തോടുകൂടി അവിടെ ജയിക്കാൻ പറ്റി. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ നമ്മളായിട്ട് ഇറങ്ങുക. നമ്മൾ ഒരു പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം, ചോദ്യം ചെയ്തിട്ടേക്കാം, മറ്റു പല ഗിമിക്കുകളിലും നമ്മൾ പെട്ടുപോയേക്കാം, ആരോപണങ്ങൾ ഉണ്ടായിരിക്കാം. മൗനമായിട്ടിരിക്കുക, നമ്മൾ നമ്മളായിട്ടിരിക്കുക, കാലം തെളിയിക്കും. ഇതിൽ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ കേട്ടോ, കാലം തെളിയിക്കും. ആ വിശ്വാസമാണ് മുന്നോട്ട് നയിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. വേല ജനം തിരിച്ചറിയട്ടെ, അങ്ങനെ തന്നെ സ്വീകരിക്കട്ടെ. തുടർന്നും ഇതേ നിലയ്ക്ക് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം, ഇതേ എനർജി, ഈ എനർജിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയത് കേട്ടോ. ഇതേ എനർജിയോട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ജനം വിജയിച്ചു. താങ്ക് യു സോ മച്ച്. അപ്പോൾ വിജയത്തിന് ശേഷം കാണാം, വീണ്ടും കാണാം.